എന്റെ വേദവസ്ഥ ഇത് എവിടെയാണ്? ഇവിടെ എവിടെയോ വെച്ചതാ. ആരാനെയാണ് തുടങ്ങാനും സമയമായി, കാണുന്നില്ലല്ലോ. എന്താ എന്തോ തപ്പന്നെ? ഇന്നെന്ത് കാണാതെ പോയി? എന്നടാ എന്താ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ലേ, എന്തുവാ തപ്പന്നെന്ന് ചോദിച്ചതേ ഉള്ളൂ. മോനെ, എടാ ആരാന തുടങ്ങാൻ സമയമായി, എന്റെ വേദവസ്ഥം കാണുന്നില്ല, ഒരു ഓർമ്മയില്ല എവിടെ വെച്ച്. നീ ഇവിടെ ഒന്നും കാണുന്നില്ല. നീ നോക്കിയേ. ഓക്കെ അപ്പ, ഡോണ്ട് വറി, ഞാൻ നോക്കാം. 8 മണിയായി, ഇനീട്ടെ ഉറക്കാവൻ. അപ്പച്ചന്റെ വേദവസ്ഥം കാണുന്നില്ല, ഒന്ന് തപ്പിക്കൊടുത്തേ. ഇനി പപ്പ ഞാൻ 8 മണി ആയതേ ഉള്ളൂ, കുറച്ചും കൂടെ ഉറങ്ങട്ടെ. പപ്പ പോയി അത് തപ്പിക്കോ. രാവിലെ എന്നെ ദേഷ്യം പഠിപ്പിക്കല്ലേ. എളുപ്പം പോയി അപ്പച്ചന്റെ വേദവസ്ഥം തപ്പിക്കൊടുത്തേ. അന്നേരം സർവീസിന് റെഡി ആയിക്കേ വേഗം. പപ്പ പ്ലീസ്, നമുക്ക് സർവീസ് ജോയിൻ ചെയ്തിട്ട് വീഡിയോ ഓഫ് ആക്കി വെക്കാം. ഒരെണ്ണം തരും ഞാൻ. ഓക്കെ, ഞാൻ തപ്പിത്തരാം. എന്താ രാവിലെ അപ്പനും മോനും തമ്മിൽ ഒരു ബഹളം? പണി കിട്ടിയല്ലേ? മനുഷ്യനെ സമാധാനമായിട്ട് ഉറങ്ങാനും തരത്തില്ലേ പപ്പ. അപ്പച്ചന്റെ ഏതൊരു ബുക്ക് കളഞ്ഞു, അത് ഞാൻ തപ്പുമായിരുന്നു. മമ്മി വല്ലതും കണ്ടോ? ഇനി കിട്ടുന്ന മുമ്പ് പോയി നോക്കിക്കൊടുക്ക്, അല്ലെങ്കിൽ പിന്നെ പോയി അവളോട് ചോദിക്കും. ഓൾ ദ വെൽ ബ്രോ. ആ ശരി, നീ പോടാ. ആന്റി നമ്മുടെ സുന്ദരിയെ കണ്ടായിരുന്നോ? ഇങ്ങോട്ട് ഇതുവരെ വന്നില്ല. റൂമിലുണ്ടോന്ന് നോക്കിയേ. ഞാൻ എന്ത് ചായ വേണോ? വേണ്ട. ओए, सुबह सुबह क्या देख रही है? अरे तुझे क्या करना है? मैं कुछ भी करूं, तू ये सुबह सुबह पूछने आया था मेरे रूम में? चल ठीक है, तू भी अभी शुरू मत हो पापा मम्मी जैसे. हाँ, वो उधर रख और ये ढूंढ. ये क्या? वही जो पापा बोले. अरे लेकिन पापा क्या बोले? अपचन का वेद पुस्तकम खो गया है. हाँ ठीक है, फिर देखती हूँ. जा. अरे भाई ये देख, कोविड केसेस डेली बढ़ते ही जा रहा है. पता नहीं कब कंट्रोल में आने वाला है ये सब. देश का क्या होगा? केसेस छोड़, इलेक्शंस का ट्विस्टिंग रिजल्ट्स देख. अरे भाई लोग, तुम लोग ने वेद पुस्तकम देखा क्या? क्या? मैंने तो पेपर में कहीं ये पढ़ा ही नहीं. हाँ, मैंने भी नहीं किया है. तुम लोगों ना पूछ के गलती किया. तुम लोग है ना न्यूज़पेपर ही पढ़ो. बाय. കൊള്ളാം. ഒരുത്തൻ കിടന്നു കൂത്തുന്നു, മറ്റേ ഇവിടെ ഇരുന്ന് കൂത്തുന്നു. ഇതിനോട് പറഞ്ഞിട്ട് നീ കാര്യമേ ഇല്ല, എപ്പോഴും അവന്റെ ലോകത്താ. What man? What do you want? ദേ വീണ്ടും തുടങ്ങി അവൻ ഇംഗ്ലീഷ്. Why? Have you seen Appachan's Veda Pustakam? What? Veda? Bro, the same Veda Pustakam that dad is looking for. Okay, hang on. Let me check. Hey Google, search for Veda Pustakam near me. अरे बाबा, गूगल में नहीं, घर में ढूंढ. Oh, ऐसे है क्या? मैं अभी ढूंढ कर देता हूँ. My last hope. ദേ പപ്പയുടെ മൂത്തവൻ എന്തോ വായിക്കുവാ, ഇങ്ങോട്ട് വന്നേ. യേശു എന്ന പേരിടണം. ഇത്ര നേരമായിട്ട് ഇതാ തപ്പുന്നത്, നിന്റെ ഇത്. എന്തോ? ഓ, ഇതായിരുന്നു ആ ബുക്ക്. ഇനി ബുക്ക് കിട്ടിയത് ഞാൻ ഉറങ്ങാൻ പോവാനേ. നീ എന്തോ വായിക്കുന്നത് നിനക്ക് അറിയാമോ? अपचन के रूम से ये बुक मिला, सोचा पढ़ लो. മതി പോയി അപ്പച്ചനോട്. ഹലോ അപ്പച്ച, അപ്പച്ചന്റെ ബുക്ക് അപ്പച്ചൻ ഇത് വായിച്ചിട്ടുണ്ടോ? നീ വേദവസ്ഥം വായിക്കാറുണ്ട്? മേത്തോ നെയ്, പപ്പ മമ്മി വായിക്കും, എനിക്ക് ടൈം ഇല്ല. കൊള്ളാം. മോന് ദിവസം പ്രത്യേകത അറിയാമോ? ഇന്ന് ക്രിസ്മസ്, സാന്റ, കരോൾ, സ്റ്റാർ, പിന്നെ ഫുഡ്, അതല്ലേ? അതല്ലടാ മോനെ, ഇന്ന് യേശു ജനിച്ച ദിവസം. യേശു ആരാ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ദൈവത്തിന്റെ പുത്രൻ. മക്കളിങ്ങ് വാ, അപ്പച്ചൻ പറഞ്ഞു. Are we different from this ancient Malayali Christian home? The Bible in Hebrews 13:7 says, "Remember your leaders, those who spoke to you the word of God. Consider the outcome of the way of life and imitate the faith."
As elders, have we introduced Christ to our children and grandchildren? As children, do we understand the importance of his human birth? Have you lived an exemplary life that your children or youths would want to follow? Who is your model? Who is your hero?